ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴത്തോരും മുമ്പയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കൃഷ്ണമോളും തിരിച്ചു വന്നേക്കാണ്. ബാലചന്ദ്രൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ഇവളെ ഞാൻ ദത്തെടുത്തേക്കാണ്, അലീനയെ എൻ്റെ മകളാണ്, എൻ്റെ മറ്റു 3 മക്കൾക്കുള്ള അതേ സ്ഥാനവും സ്വാതന്ത്ര്യവും ഒക്കെ അലീനയ്ക്കും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണം. അതിനൊക്കെ ശേഷം വൈജയന്തി ആണെങ്കിൽ നമ്മുടെ കൃഷ്ണയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വാ, അവിടെ നിങ്ങൾ എങ്ങനെയാണ് താമസിച്ചത്, 1 റൂമിലായിരുന്നോ 2 റൂമിലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൈജയന്തി ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്, ഇനി ബാലചന്ദ്രനെ അലീനയെ വേറെ റൂമിലും കൃഷ്ണ വേറെ റൂമിലായിരുന്നോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മ ചോദിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അമ്മ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല, അമ്മ ഒരു മകളെ പോലെ സ്നേഹിക്കുകയാണെങ്കിൽ നല്ല കാര്യം, ഇനിയിപ്പോൾ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദ്രോഹിക്കാതിരിക്കണം എന്നൊക്കെ പറയാണ്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയാണ്, വൈജ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന്, നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ എന്നൊക്കെ, ബാലചന്ദ്രനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ആ സമയത്ത് മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. വൈജ പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പോവുകയാണ്. നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്. അലീനയാണെങ്കിൽ ചായ ഉണ്ടാക്കുമായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീനയോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്നെ ഒരു മോളെപ്പോലെ കണ്ടുകൂടെ, ഒരു മോളെപ്പോലെ എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ, ഒരു തവണയെങ്കിലും മോളെ എന്നൊന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജ പുച്ഛത്തോട് കൂടിയിട്ട് മറുപടി കൊടുക്കാട്ടോ, നിന്നെ ഞാൻ മോളെപ്പോലെ കാണാനോ മോളെപ്പോലെ സ്നേഹിക്കാനോ, ഒരു അനാഥയായ ആരോ പിഴച്ചു പെറ്റ നിന്നെ ഞാൻ എൻ്റെ മോളെപ്പോലെ കണ്ട് സ്നേഹിക്കണമെന്നോ, ഈ ജന്മത്തത് നടക്കാൻ പോകുന്നില്ല. എൻ്റെ മോളാകണമെങ്കിലേ എൻ്റെ ചോര ഞരമ്പിലൂടെ ഒഴുകണം, എന്നാൽ മാത്രമേ എൻ്റെ മോളാവത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരാട്ട്, മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ മോള് തന്നെയാണ് ഞാൻ, അമ്മയുടെ ചോര തന്നെയാണ് എൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത് എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ നിനക്ക് ഏതായാലും നാണമില്ല, ഇറക്കി വിട്ടിട്ടും വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കയറി വന്നേക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ട്, നാണം കെട്ടി ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ, ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ എന്ന് പറയാണ് വൈജേട്ടോ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അലീനയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി കമലയെ ഫോൺ ചെയ്യുന്ന കേട്ടോ. കമലയെ ഫോൺ ചെയ്തിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ കമല പറയുന്നുണ്ട്, ഈ ബാലചന്ദ്രനെ നാണമില്ലേ, അവളെ വീണ്ടും തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വൈജയെ ഇങ്ങനെ എരികേറ്റ കേട്ടോ. വൈജയ പറയുന്നുണ്ട്, അങ്ങനെ നാണം കെട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല കമലട്ടെത്തി, ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നൊക്കെ പറയാണ് വൈജ. നീ എന്താ ചെയ്യാൻ പോകുന്നത് വൈജയെ, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനിയിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, കുറച്ച് നാളത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കുക, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ പറ്റത്തില്ല, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എനിക്ക് 2-3 ആങ്ങളമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ടും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ കഴിഞ്ഞില്ല, ഒരാൾ വന്ന് എന്നെ തല്ലിയിട്ട് പോയി, ഒരാൾ വന്നിട്ട് പ്രശ്നം കൂടുതൽ വഷളായി എന്നാണ് അമ്മ പറയുന്നത്, എന്നാലും കുറച്ചൊക്കെ വിജയിച്ചു എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് വീണ്ടും തോൽവിയുടെ പടുകുഴിയിലേക്ക് തന്നെ എന്നെ തള്ളിവിട്ടിട്ടാണ് രാജീവേട്ടൻ ഇവിടെ നിന്ന് പോയത് എന്ന് പറയണം. ഇനി ശിവേട്ടൻ മാത്രമേ എനിക്കൊരു രക്ഷയുള്ളൂ, ശിവേട്ടനെ ഞാൻ വിളിക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ ശിവേട്ടനെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയാണ് വൈജ. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയോട് സംസാരിക്കുന്ന കേട്ടോ. അലീന എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ ചായയൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ആ പണ്ടത്തെ ഒരു സന്തോഷം ഇതൊന്നും ഇല്ല കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് അവളുടെ കൂടെ പോകുന്നത്, നിന്നെ അവൻ എറണാകുളത്ത് വന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശി, ഞാൻ പോവാൻ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു, അവിടെ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോയതാണ്, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ നിർബന്ധിച്ച് കയറ്റി കൊണ്ടുപോയതാണ് എന്നൊക്കെ പറയണം. നീ എന്തിനാ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്, വൈജയുടെ കാര്യം നിനക്ക് അറിയത്തില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് പറഞ്ഞതാണ് മുത്തശ്ശി, പക്ഷേ സാറ് കേൾക്കണ്ടേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യുക എന്നുള്ളത്, ഇനിയിപ്പോൾ നീ വൈജ എന്താ ചെയ്യാൻ പോകണമെന്നും അറിയത്തില്ലല്ലോ, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുമല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, എനിക്കറിയില്ല മുത്തശ്ശി, പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് ഒരു അച്ഛനെ കിട്ടിയിരിക്കുകയാണ്, എൻ്റെ സ്വന്തം അച്ഛനായിട്ട് എനിക്കൊരു അച്ഛനെ കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ല അവാർഡും കിട്ടില്ലേ മുത്തശ്ശി, വല്ല പത്മശ്രീയോ അതുപോലെയുള്ള അവാർഡൊക്കെ കിട്ടില്ലേ നമുക്ക്, ആ ഒരു അവാർഡ് കിട്ടിയ പോലെ സന്തോഷമാണ് എനിക്ക്, അച്ഛൻ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ മകളായിട്ട് എന്നെ കണ്ടപ്പോൾ, മകളാണ് എന്ന് എല്ലാവരുടെ മുന്നിലും പറഞ്ഞപ്പോൾ, അതേ മറ്റ് മക്കൾക്കുള്ളത് പോലെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട്
സന്തോഷമായി എന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ നല്ല കാര്യം, മകളെപ്പോലെ കാണുന്നു, മകളാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്ന് കരുതി നീ ബാലൻ്റെ മകളാകുന്നില്ലല്ലോ എന്ന് പറയാണ് മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്കിളുടെ, അതായത് ബാലചന്ദ്രൻ സാറിൻ്റെ മകളാകുന്നില്ല. പക്ഷേ അദ്ദേഹം എന്നെ ഒരു മകളെപ്പോലെ കാണുന്നു, ഞാൻ അദ്ദേഹത്തെ ഒരു അച്ഛനെ പോലെ കാണുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങളെ തമ്മിൽ അകറ്റാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല. എനിക്കിനി ഒരു അച്ഛനെ കിട്ടിയേക്കാണ്. വൈകാതെ തന്നെ എനിക്ക് അമ്മയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക എന്ന് പറയട്ടോ. അമ്മയും കിട്ടുമെന്നോ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല സാർ അച്ഛനാകുമ്പോൾ മാഡം എനിക്ക് അമ്മയെ പോലെയല്ലേ, ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടേക്കുന്നത്. നീ എന്തൊക്കെ വിഡ്ഢിത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വൈജ ഇങ്ങനെ നിൻ്റെ അമ്മയാകും? വൈജ നിന്നെ പ്രസവിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. അലീന മനസ്സിൽ പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, മാഡത്തിൻ്റെ മകൾ തന്നെയാണ് എന്നെ പ്രസവിച്ചത്, മാഡത്തിൻ്റെ മകളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെയാണ് അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളതും മാഡം എന്നെ മകളായിട്ട് അംഗീകരിക്കണം എന്നൊരാഗ്രഹമൊക്കെ എനിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? വൈജ നിൻ്റെ അമ്മയാണോ? വൈജ നിന്നെ പ്രസവിച്ചതാണോ? നീ വൈജ നിന്നെ മകളായിട്ട് അംഗീകരിക്കണമെന്നൊക്കെ പറയുന്നത്, നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ വൈജയെ മാത്രമേ ഉള്ളൂ. വൈജ അത് അംഗീകരിച്ച് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം മുത്തശ്ശിയുടെ മോൾ ഒരിക്കലും അത് അംഗീകരിച്ച് തരത്തില്ല എന്ന്. പക്ഷേ കാലം തിരിഞ്ഞു വരും മുത്തശ്ശി, എന്തെങ്കിലുമൊക്കെ അത് മാഡം അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും എന്നിങ്ങനെ അലീന പറയാട്ടോ മുത്തശ്ശിയോട്. മുത്തശ്ശി ആകെ അങ്കലാപ്പിൽ എന്താ ഇപ്പോൾ ഇവള് പറയുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അലീനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. അങ്ങനെ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ഭയങ്കര സന്തോഷമായി, എനിക്കിപ്പോൾ ഒരു അച്ഛനെയും കിട്ടി, ഒരു അനിയത്തിക്കുട്ടിയെയും കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ മറ്റ് 2 പേരും എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്, എൻ്റെ ഭാഗത്ത് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയണം. ഇനി വൈജി ഇപ്പോൾ എന്താ അവിടെ ചെയ്യാൻ പോണേന്ന് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ മുത്തശ്ശി എന്ന് പറയാണ് അലീന. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ ഇങ്ങനെ ഷേവൊക്കെ ചെയ്ത് കണ്ണാടിയിൽ ഇങ്ങനെ ഫേസൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വെട്ടം വരിക കേട്ടോ. അങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ മിന്നി മായുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ അതിശയിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുകയാണ് പുറകിൽ നിന്ന് ആരോ കളിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആരാ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാം. കൃഷ്ണമോളായിരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. കൃഷ്ണയാണല്ലോ കുട്ടി. അപ്പോൾ അവിടുന്ന് വരുന്നത് അലീനയാണ്. നീയായിരുന്നോ? ഞാൻ കരുതി കൃഷ്ണമോളായിരിക്കുമെന്ന്. അതെന്താ എനിക്കിങ്ങനെ അച്ഛൻ സാറിൻ്റെ അടുത്ത് വന്നോടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വരാം, നിനക്ക് വരാമല്ലോ. അപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാണ് അലീന ഇങ്ങനെ കുട്ടികളിയൊക്കെ കളിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഒരു അച്ഛനെ കിട്ടിയ സന്തോഷമാണ്, ആ ഒരു എന്താ പറയുക, ആ സന്തോഷമാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് വിളിച്ചിട്ട് അവളുടെ ചെവിക്ക് ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതെ ചെവി തിരുമുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ ചെവി സാർ വിട് എന്നൊക്കെ അലീന ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഈ സാർ വിളി വേണ്ട കേട്ടോ, നമുക്ക് ഞാൻ നിന്നെ മകളാണ് എന്നല്ലേ അവരോടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ട് ഇനി സാർ എന്നുള്ളൊരു വിളി നമ്മൾക്കിടയിൽ വേണ്ട എന്ന് പറയണം. അപ്പോൾ അലീന അങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? സാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ വിളിക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്നാണ്, നീ എൻ്റെ ആരാണെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, മകളാണെന്ന്. അപ്പോൾ മകൾ ഒരു അച്ഛനെ എന്താ വിളിക്കുക? അച്ഛൻ എന്ന് പറയാട്ടോ. എന്നെ ബബിതയും കൃഷ്ണമോളും രോഹിത്തൊക്കെ എന്താ വിളിക്കുന്നത്? അച്ഛനെന്ന്. അപ്പോൾ ഞാൻ ആ സ്ഥാനമാണോ നിനക്ക് തന്നിരിക്കുന്നത്? അതെ. അപ്പോൾ അത് തന്നെയാണ് നീയും എന്നെ വിളിക്കേണ്ടത്, അച്ഛ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഒന്ന് വിളിച്ച് കേൾക്കട്ടെ എന്ന് പറയണം. അപ്പോൾ മടിച്ചിങ്ങനെ നിൽക്കുകയാണ് അലീന. ഒന്ന് വിളിക്കുക, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഒന്നുകൂടെ വിളിച്ച് അച്ഛൻ എന്ന് വീണ്ടും പറയാണ്. ഇത് ഇനി മാറ്റരുത്, ഇനി എങ്ങാനും സാറെന്ന് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ല തല്ല് വാങ്ങിക്കും, അതുകൊണ്ട് ഇനി സാറെന്ന് വിളിക്കരുത് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ ഒന്നുകൂടെ വിളിച്ച് ആരാണെന്ന് ഒന്നുകൂടെ വിളിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ന് പറയണ്ട എന്ന് ചിരിയും ചിരിച്ചുകൊണ്ട് അലീന അവിടെ നിന്ന് ഓടി താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി മുത്തശ്ശി, സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് അച്ഛ എന്നാണ് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ലോകത്ത് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ആ അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം. എനിക്കൊരു അച്ഛനെ കിട്ടിയിരിക്കുകയാണ് മുത്തശ്ശി എന്നൊക്കെ പറയണം. അപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട്, അത് വൈജ അംഗീകരിച്ച് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയാം മുത്തശ്ശി, പക്ഷേ എന്നാലും എനിക്കിപ്പോൾ ഒരു അച്ഛനെ കിട്ടിയല്ലോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ആ സമയത്താണ് വൈജയന്തി റൂമിലേക്ക് വരുന്നത്. വൈജയന്തി ആണെങ്കിൽ പോകാനൊക്കെ റെഡി ആയിട്ട് സാരിയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വൈജ നീ എവിടെ പോവാ, ബാങ്കിൽ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ, ബാങ്കിലല്ല, എനിക്ക് അതിനു മുൻപ് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, അമ്മയും എൻ്റെ കൂടെ വാ എന്ന് പറയട്ടോ. അപ്പോൾ
എന്തപ്പോൾ ഇത്ര ഇവിടെ ചിരിക്കാനെന്ന് വൈജ ചോദിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ബാലനെ അച്ഛ എന്ന് വിളിക്കാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയായിരുന്നു അവൾ. അതിൻ്റെ സന്തോഷത്തിലാണ് അവൾ എന്ന് പറയട്ടെ. ഒരച്ഛൻ വന്നേക്കുന്നു, ബാലനെ ഒരു 3 മക്കളേ ഉള്ളൂ, അല്ലാതെ നീ അയാളുടെ മകളൊന്നുമല്ല അച്ഛൻ എന്നൊക്കെ വിളിക്കാൻ എന്ന് പറയട്ടോ. നീ കുറേ നേരമല്ല മുകളിലേക്ക് പോയിട്ട്, എന്തായിരുന്നു അവിടെ ഇത്രയും സംസാരം എന്നൊക്കെ കളിയും ചിരിയൊക്കെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല സാർ എന്നോട് അച്ഛൻ എന്ന് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയാണ്. അതുപോലെ മാഡം എൻ്റെ അമ്മയാണ് എന്ന് പറയട്ടെ, അങ്ങനെ പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ ആ രീതിയിൽ പറയണം, മാഡം എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അമ്മയെന്ന് വിളിക്കാനും പറഞ്ഞു. പിന്നെ എന്നെങ്ങാനും നീ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നിൻ്റെ മുഖത്ത് പതിയും, വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് വൈജയന്തി. ഒരമ്മ വന്നേക്കുന്നു, ഒരു മകൾ വന്നേക്കുന്നു, അതെ ആർക്കോ എവിടെയോ പഴച്ചുണ്ടായ നിന്നെയൊന്നും മകളായിട്ട് കാണേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയാണ് വൈജ. അതിങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. ഈ വൈജയെ കൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ ഇതൊക്കെ ഓർത്ത് വൈജ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അലീനയെ ഒരുപാട് ഇകഴ്ത്തി സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. എന്നിട്ട് വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ എഴുന്നേറ്റ് നമുക്ക് പോവാം എന്ന് പറയട്ടോ. എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോവാം, അമ്മയും ഞാനും കൂടെ കൊല്ലപ്പള്ളിയിലേക്കാണ് താമസിക്കാൻ പോണത്, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഇവൾ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല, ഒന്നുകിൽ ഇവൾ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അയ്യോ മാഡം അങ്ങനെ പോവല്ലേ, മാഡം എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ആരടി എന്നെ തടയാൻ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണത് നിൻ്റെ അനുവാദം കിട്ടിയിട്ട് വേണോ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്താ വൈജ നീ കാണിക്കുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് അമ്മേ, എൻ്റെ വാക്കിന് വിലയില്ലാത്ത ഈ വീട്ടിൽ താമസിക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല, അമ്മ വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ എല്ലാ സാധനങ്ങളും വൈജയന്തി തന്നെ ബാഗിലാക്കുക കേട്ടോ, ഒക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ മെല്ലെ എഴുന്നേൽപ്പിക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനും വയ്യ. അപ്പോൾ വൈജി ഇങ്ങനെ അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ പെട്ടെന്ന് പോയി മുത്തശ്ശി പിടിക്കുന്നുണ്ട്. അപ്പോൾ വൈജയും അലീനയും കൂടെ ചേർന്ന് മുത്തശ്ശിയെ കൊണ്ടുവന്ന് കാറിലേക്ക് കയറ്റുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ വൈജയന്തിയുടെ ബാഗും എടുത്ത് കാറിലേക്ക് കയറ്റി വെക്കുകയാണ്. അങ്ങനെ കാറിലേക്ക് കയറ്റിയും കൊണ്ട് മുത്തശ്ശിയും കൂട്ടിയിട്ട് വൈജയന്തി പോവാട്ടോ. ഇവരൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആര് പറഞ്ഞിട്ടും വൈജ കേൾക്കാതെ മുത്തശ്ശിയും കൂട്ടിയിട്ട് പോവാണ്. അതേസമയം കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിലാണ്. കമലയും മക്കളും കൂടി, ഹരിയും അതുപോലെ അഞ്ചും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വൈജയുടെ ഒരു ഫോണൊന്നും കേൾക്കാനില്ല, എന്തായാവോ അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അഞ്ചു പറയുന്നുണ്ട്, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും വൈകാതെ തന്നെ ഒരു പൊട്ടത്തെറി പ്രതീക്ഷിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടോ. ആരപ്പോൾ വന്നത് എന്നോർത്ത് കമൽ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. ഹരി പറയുന്നുണ്ട്, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹരി പോയി നോക്കുന്ന സമയത്ത് വൈജയന്തിയുടെ കാറാട്ടോ. അപ്പം അമ്മേ വൈജയന്തിയാണ് എന്ന് പറയാണ് ഹരി. വൈജയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കമല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കമല കാണുന്നത് വൈജയന്തി മുത്തശ്ശിയെ കാറിൽ നിന്ന് ഇറക്കുന്ന കേട്ടോ. അത് കണ്ടപ്പോൾ കമലയുടെ മുഖമൊന്ന് മങ്ങിപ്പോകുന്നുണ്ട്. എന്ത് പറ്റി വൈജയ് അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതല്ലേ അമ്മയുടെ വീട്, അമ്മ താമസിക്കേണ്ടത് മകൻ്റെ കൂടെയല്ലേ, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, അമ്മ മാത്രമല്ല ഞാനും ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയണം വൈജ. അത് കേട്ടതും കമല ആകെ തകർന്നു പോവാണ്, ആകെ ഷോക്കായി പോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മുത്തശ്ശി മാത്രമല്ല വൈജയും കൂടി ഇവിടെ താമസിക്കാൻ വന്നേക്കാണ്. കമലയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആരും അവിടെ താമസിക്കുന്നത് കേട്ടോ. അതെന്താ വൈജി നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, നീ അവൾക്ക് ഇട്ടെടുത്തിട്ട് പോന്നേക്കാണോ ഇങ്ങോട്ടേക്ക്, നീ എന്തിനാണ് ഇങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, നിനക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം കമലെടുത്തി, ഞാനിവിടെ താമസിക്കുന്നതിൽ കമലെടുത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കമലെടുത്തി സഹിച്ചോളണം, കാരണം ഇത് എൻ്റെയും കൂടെ വീടാണ്, എൻ്റെ തറവാട് വീടാണ്, അതുകൊണ്ട് കമലെടുത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹിച്ചോളണം, അമ്മ ഇവിടെ അല്ലേ താമസിക്കേണ്ടത്, ഞാനും അമ്മയും കൂടി ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെയും വൈജയന്തിയുടെ ബാഗൊക്കെ അലീന ഹരിയോട് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകണം. അങ്ങനെ കമലയും കൂടി സഹായിക്കുന്നുണ്ട് വൈജയ മുത്തശ്ശിയെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ. വൈജയ്ക്ക് കമലയ്ക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനി കുറച്ച് നാൾ വൈജയന്തിയും മുത്തശ്ശിയും കൂടെ നമ്മുടെ കൊല്ലപ്പള്ളി വീട്ടിലാണ്. അലീനയും അതുപോലെ ബാലചന്ദ്രനും മക്കളും മാത്രമേ ഉള്ളൂ ഇനി അവിടെ ഇട്ടോ. അപ്പോൾ അച്ഛനും മക്കളും മാത്രമുള്ള ഒരു വീടായി മാറിയേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ വൈജ പോകുന്നതോട് കൂടിയിട്ട് ഇനിയാണ് അവിടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്.